ഇന്ന് നമ്മൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ജോവർ റൊട്ടി കണ്ടാലോ. ഇതാണ് കേട്ടോ ജോവർ. നമ്മുടെ നാട്ടിൽ ഇതിന് ചോളമണി, മണിച്ചോളം എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇത് നല്ല ഡയറ്റുകാർക്ക് പറ്റിയൊരു ഫുഡാണ്. ഇപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇതിങ്ങനെ കിട്ടും, ഇതിൻ്റെ പൊടിയും കിട്ടും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തി ഉണ്ടാക്കാനും നമ്മുടെ ദോശ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. നല്ല ഹെൽത്തിന് വളരെ ഗുണം തരുന്ന ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അതിൻ്റെ പൊടി എടുത്തിരിക്കുന്നു. അതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഒണിയൻ അല്ലെങ്കിൽ നമ്മുടെ സാദാ ഉള്ളി ആയാലും മതി, അതുപോലെ തക്കാളി, ഉപ്പ്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടി നമ്മൾ കുറച്ച് എണ്ണ കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിന് വേണ്ടി ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടി കുറച്ച് നാരങ്ങാനീരും കൂടി തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ച് നാരങ്ങാനീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൊട്ടി തയ്യാറാക്കാം. അപ്പോൾ റൊട്ടി തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നോർമൽ ചപ്പാത്തിയുടെ കൂട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെ സൈഡൊക്കെ പൊട്ടിപ്പോവും. ഇത് പരത്തുമ്പോൾ കുറച്ച് ഇതാണ്. അതിന് വേണ്ടി നമ്മൾ ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് ഒരു കവർ വെച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂക്കി നമ്മളിങ്ങനെ കൈകൊണ്ട് പരത്തി സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ എടുക്കണം. അത് നമ്മൾ ചപ്പാത്തിയുടെ ഇത് വെച്ചിട്ട് പരത്താനേ ശ്രമിക്കരുത്, നമുക്കത് കിട്ടില്ല. നമ്മൾ അടയും ഓട്ടടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ ഇത് ചെറുതായിട്ട് പരത്തി എടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള തവയിൽ തന്നെ ഇതിടുക. ഇത് കുക്ക് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമല്ല. കുറച്ച് ടൈം എടുത്ത് തന്നെ കുക്ക് ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റി ഹെൽത്തിയുമാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർ ഇതെന്തായാലും ഈ ഒരു പൊടി മാർക്കറ്റിൽ എന്തായാലും അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ പ്ലേസിലും ഇത് കാണും. സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മളിത് കയ്യിലേക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മുടെ കയ്യിലേക്ക് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ തന്നെ ഇത് കയ്യിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ചൂടുള്ള തവയിൽ ആണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു തവയിലേക്കിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഇതൊരു ഇച്ചിരി ടൈം എടുത്ത് തന്നെ ഇത് കുക്കാകത്തുള്ളൂ. അപ്പം മുകളിൽ നമ്മൾക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെട്ടെന്ന് ഇത് തിരിച്ചിടാമെന്ന് കരുതരുത്. അപ്പം അത് പൊട്ടി തന്നെ പോകും. അത് മുറിഞ്ഞ് 2-3 പീസായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ തൂകി ഇത് കുറച്ച് ഒന്ന് കുക്ക് ചെയ്ത് തന്നെ എടുക്കുക. അപ്പം നല്ല റോസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ നെയ്യ് വേണ്ടാത്തവരാണെങ്കിൽ എണ്ണയോ അതൊന്നും വേണ്ടാതെങ്കിൽ അങ്ങനെയോ, പിന്നെ ബട്ടറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് നന്നായിട്ട് കുക്കായി തന്നെ കിട്ടാനാണ്. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു.